സിദ്ധാർത്ഥ് തൻ്റെ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് സെൻറ് മേരീസ് ഓർഫനേജിൽ നിന്നുമായിരുന്നു. നിയോഗ എന്ന 24-കാരി തൻ്റെ 23 വർഷങ്ങൾ ചിലവഴിച്ച ഓർഫനേജിൽ നിന്നും. ഓഫീസിലേക്ക് കടന്നു ചെന്ന സിദ്ധാർത്ഥ് തൻ്റെ ഐഡൻറ്റിറ്റി സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ACP സിദ്ധാർത്ഥ് മേനോൻ. മനമേൽ കുടുംബത്തിൻ്റെ തിരോധാനവും നിയോഗ മർഡർ കേസും ഞാനാണ് അന്വേഷിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞു. അറിയാം സാർ. സാറിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. സിദ്ധാർത്ഥ് പറഞ്ഞു. സിസ്റ്റർ, എനിക്കറിയേണ്ടത് നിയോഗയെക്കുറിച്ചാണ്. കഴിഞ്ഞ 23 വർഷങ്ങൾ അവൾ വളർന്നതും പഠിച്ചതും ഇവിടെയാകുമ്പോൾ അവളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സിസ്റ്ററിന് അറിയാമായിരിക്കുമല്ലോ. സിസ്റ്റർ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ശേഷം പറഞ്ഞു. അവളെക്കുറിച്ച് എന്നോളം അറിയുന്ന ആരുമില്ല സാറേ. സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് സിദ്ധാർത്ഥ് ശ്രദ്ധയോടെ ചെവിയോർത്തു. ഞാൻ എല്ലാം പറയാം, പക്ഷേ സാർ എനിക്കൊരു ഉറപ്പ് തരണം. എന്നിലൂടെയാണ് സാർ ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് വേറെ ആരും അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അവരെന്നെ ജീവനോട് വെച്ചേക്കില്ല. പക്ഷേ ഇതൊന്നും ഞാൻ പറയാതിരുന്നാൽ ഞാൻ എൻ്റെ കൊച്ചിനോട് ചെയ്യുന്ന വലിയ തെറ്റായി പോകുമത്. അവൾക്ക് അത്ര കാര്യമായിരുന്നു എന്നെ, എനിക്ക് അവളെയും. സിസ്റ്ററിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സിസ്റ്റർ ഒന്നും പേടിക്കേണ്ട. സിസ്റ്ററിനൊന്നും സംഭവിക്കില്ല. ഇതെൻ്റെ വാക്ക്. എന്താണെങ്കിലും സിസ്റ്ററിന് എന്നോട് തുറന്നു പറയാം. നിയോഗ മർഡർ കേസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കപ്പുറം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല. സിസ്റ്റർ പറഞ്ഞു തുടങ്ങി. കൊല്ലവർഷം 2000-ലാണ് നിച്ചുമോളെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതും ഒരു രാത്രിയിൽ. അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, എൻ്റെ സ്വന്തം സഹോദരൻ ഫാദർ ജെയിംസ്. അല്പം സംശയത്തോടെ സിദ്ധാർത്ഥ് സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി. സർ, ഞാൻ ഈ കാര്യം പറയാൻ ഭയക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് കേരളത്തിൽ നടന്ന മറ്റൊരു പ്രമാദമായ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഇതുവരെ ഒരു പോലീസിനും കോടതിക്കും അത് തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല. അതിലെ സാക്ഷികളാരും ജീവനോടെയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പുറത്തു പറയാൻ മടിക്കുന്നത്. സിസ്റ്റർ ഞാൻ പറഞ്ഞു വന്നത് മേക്കോട്ടൂര് സെൻറ് ജോർജ് പള്ളിയിലെ 3 വൈദികരുടെ തിരോധാനമാണ് സാറേ. അതിലവസാനമായി കാണാതായ ആ ഫാദർ ജെയിംസ് വെട്ടിയത്ത് എൻ്റെ സഹോദരനാണ്. 1ഉം 2ഉമല്ല, 3 വൈദികരെയാണ് ഒരേ ഇടവക പള്ളിയിൽ നിന്നും കാണാതെയായത്. എൻ്റെ കയ്യിലുണ്ട് സാറേ ഒരു കറുത്ത കോട്ടും കുറച്ച് നിയമങ്ങളും. ഈ കേസിലെ പോലീസിൻ്റെ അസാധാരണമായ അനാസ്ഥയും സാക്ഷികളുടെ തുടർച്ചയായുള്ള മരണവുമാണ് എന്നെ ഇതിൻ്റെ പിന്നാലെ പോകാൻ നിർബന്ധിതയാക്കിയത്. അതിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. എന്തായിരിക്കും സിസ്റ്റർ ആഞ്ചലീനയ്ക്ക് പറയാനുള്ളത്? ആരായിരിക്കും ഇതിനൊക്കെ പിന്നിൽ? സിസ്റ്റർ ആരെയാണ് ഭയക്കുന്നത്? വരും എപ്പിസോഡുകളിൽ കറുത്തച്ഛൻ നിർണായക നിമിഷങ്ങളിലേക്ക്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.